അങ്ങനെ നമ്മളൊരു നാട്ടു സർക്കാർ ടീം മേടിച്ചേക്ക് വന്നു. ഹലോ, നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ 50 സ്ഥലങ്ങളിൽ 8ാമത്തെ സ്ഥലമായ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിങ്ങോട്ട് വന്നത് കായംകുളത്ത് നിന്നും ട്രെയിൻ നമ്പർ 167-92 പാലരുവി എക്സ്പ്രസ്സിനാണ്. പാലക്കാട് നിന്നും തൂട്ടുകോറിൻ വരെ എല്ലാ ദിവസവും ഈ ട്രെയിനിന് സർവീസ് ഉണ്ട്. ഏകദേശം 422 രൂപയാണ് തൽക്കാൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് ആയിട്ടുള്ളത്. നേരത്തെ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 175 രൂപയെ ആവത്തുള്ളൂ. അങ്ങനെ ഏകദേശം 9:30 കൂടി ട്രെയിൻ കായംകുളത്ത് വന്ന് രാവിലെ 4:30 ആയപ്പോൾ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ AC വെയിറ്റിംഗ് ഹാള് അവൈലബിൾ ആണ് കേട്ടോ. 1 മണിക്കൂറിന് പെർ ഹെഡ് 20 രൂപയാണ് വരുന്നത്. ഞാൻ 2 മണിക്കൂർ എടുത്ത് 40 രൂപ എടുത്തിട്ട് 2 മണിക്കൂർ എടുത്ത് അങ്ങനെ 6:30 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയതിന് ശേഷം റൂമെല്ലാം എടുത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ, പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നോൺ AC സിംഗിൾ 500 രൂപയാണ് നമുക്ക് ചാർജ് ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല റൂമാണ്. അങ്ങനെ റൂമെല്ലാം എടുത്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇനി നമ്മൾ ആദ്യം പോകുന്നത് നെല്ലിയാപ്പർ ക്ഷേത്രത്തിലോട്ടാണ്. തിരുനെൽവേലിയിലെ ഫേമസ് ക്ഷേത്രമായ നെല്ലിയാപ്പർ ക്ഷേത്രത്തിലോട്ടാണ് ആദ്യം പോകുന്നത്. ഈ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് അങ്ങോട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഷെയർ ഓട്ടോ എല്ലാം ഉണ്ട് പുറത്ത്, പക്ഷേ ഷെയർ ഓട്ടോയ്ക്ക് നമ്മൾ പോകുന്നില്ല. ഷെയർ ഓട്ടോ അങ്ങോട്ട് പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ് കയറിയിട്ട് ഇനി അങ്ങോട്ട് പോവാം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് ബസ് കയറിയിട്ട് അങ്ങോട്ട് പോവാം. ഈ കാണുന്നതാണ് തിരുനെൽവേലി ഓൾഡ് ബസ് സ്റ്റാൻഡ് കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. നല്ല വലിയൊരു സമുച്ചയമാണ് കേട്ടോ. ഇത് പിള്ളേരെല്ലാം സ്കൂളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സ്കൂൾ സമയമായി. ഇത് നല്ല വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഈ സൈഡിലായിട്ട് ഒരു ബേക്കറി എല്ലാം ഉണ്ട്. കൂൾ ബാർ ആൻഡ് ബേക്കറി എല്ലാം ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു ബാഗുകൾ കച്ചവടമാണ് കേട്ടോ. അതങ്ങനെ ചെറിയ ചെറിയ ഫുട്പാത്തിലെ കച്ചവടങ്ങളെല്ലാം ഓണായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ. ഇത് കാണുന്നതാണ് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഹലുവ കടയാണ് കേട്ടോ. തിരുനെൽവേലിയിൽ വന്നു കഴിഞ്ഞാൽ ഹലുവ മസ്റ്റാണല്ലോ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ്. ഇവിടെ നമുക്ക് ഹലുവ കിട്ടും. തിരുനെൽവേലി ഹലുവ ഇവിടെ കിട്ടും. ഇതിവിടെ കണ്ടോ, സിൻസ് 1882 എന്നല്ല എഴുതി വെച്ചേക്കുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെയും ലോഡ്ജ് ഉണ്ട് കേട്ടോ. ഇതാണ്ട് ഇവിടെയും 500 രൂപ പ്രൈസ് എല്ലാം എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ലോഡ്ജ് ഉണ്ട്. നമ്മൾ അതിൻ്റെ അപ്പുറത്തായിട്ടാണ് റൂം എടുത്തേക്കുന്നത്. ഇതിൽ ചെറിയ ടോയ്സിൻ്റെ എല്ലാം ഒരു കച്ചവടമാണേ. കണ്ടോ, ചെറിയ ചെറിയ കാറുകളെല്ലാം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. എന്തായാലും ഇതിലോട്ട് കയറി നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കേട്ടോ. 4 ഇഡ്ഡലിയാണ് കഴിച്ചത്. 4 ഇഡ്ഡലിക്ക് 40 രൂപ. അപ്പോൾ ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് നമുക്ക് ടെമ്പിളിലോട്ട് പോവാം. അങ്ങനെ നെല്ലിയപ്പർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ബസ് ഇറങ്ങി. ഇങ്ങോട്ട് വരാൻ 10 രൂപയാണ് ബസ് ടിക്കറ്റ് ആയത്. അതുപോലെ അമ്പലത്തിലോട്ട് എന്തോ നേർച്ചയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെന്ന്. ഇതാണ് നെല്ലിയപ്പർ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരം കേട്ടോ. അമ്പലത്തിലോട്ട് കയറുന്ന കവാടത്തിൽ തന്നെ ഒരുപാട് പൂമാലകളുടെ കച്ചവടമാണ്, പൂക്കടകളാണ്. 2 സൈഡിലായിട്ടും പൂക്കടകളെല്ലാം ഉണ്ട്. അതൊക്കെ അമ്പലത്തിലോട്ട് വേണ്ടിയുള്ള മാലകളാണ്. അതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തെങ്കിലും കൊത്തുപണികളെല്ലാം ചെയ്തു വെച്ചേക്കുന്നുണ്ട്. എല്ലാം നല്ല തടിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ കച്ചവടമാണ്. ഒരമ്മ മുല്ലപ്പൂ മാല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇതുപോലെ തേരെല്ലാം കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് രണ്ടും അത്യാവശ്യം നല്ല വലുപ്പമുള്ള തേരുകളാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന ദിവസങ്ങളിലൊക്കെ മാത്രമേ പുറത്തോട്ട് എടുക്കത്തുള്ളൂ. തേര് വലിച്ചുകൊണ്ട് റോട്ടിലൂടെയൊക്കെ പോകാൻ എന്തായാലും കൊള്ളാം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ഒരു സ്വീറ്റ്സിൻ്റെ കടയുണ്ട്. ഇതിലും തിരുനെൽവേലി ഹലുവ കിട്ടും. അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഹലുവയുടെയൊക്കെ. അതിൻ്റെ ഹലുവ കട റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വൈകുന്നേരം ഇതൊന്ന് മേടിച്ചിട്ട് കഴിച്ച് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗോപുരമാണിത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ടാണ്ട് അടുത്ത ഗോപുരം കാണാൻ പറ്റും. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് കേട്ടോ ഇത്. ഇത് അമ്പലത്തിൻ്റെ പുറകുവശത്തുള്ളൊരു എൻട്രിയാണ് കേട്ടത്.
അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരുപാട് കച്ചവടങ്ങളാണ്. വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ പാത്രത്തിലാക്കി വെച്ചേക്കുന്നുണ്ടോ, എല്ലാം ഓരോ പാത്രത്തിലാക്കി തിരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇതിന് എല്ലാത്തിനും ഒരു പാത്രത്തിന് 20 രൂപയാണ് റേറ്റ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഉണ്ട് നല്ല ഓലയെല്ലാം മെടഞ്ഞ് ഇട്ടേക്കുന്നതാണ്. നല്ല തണുപ്പുണ്ട് ഇതിനോട് അടിയിലൂടെ നടക്കുന്നത്. അതിൻ്റെ ഇവിടെ ഒരു നിലക്കടലയുടെ കച്ചവടമാണ്. നിലക്കടലയും അതുപോലെ തന്നെ കപ്പയെല്ലാം വെച്ചേക്കുന്നുണ്ട്. അത് എവ്വളോ 60 രൂപ. ഈ ഒരു പാത്രത്തിന് 60 രൂപയാണ് റേറ്റ്. അമ്പലത്തിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലുള്ള കടകൾ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ചെറിയ കടകളാണ് ഒരുപാട് ഉള്ളത്. ഇതാണ് നെല്ലിയപ്പർ ക്ഷേത്രത്തിൻ്റെ തെപ്പക്കുളം. തെപ്പക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലക്കുളം എന്നാണ് പറയുന്നത്. നല്ല വലുപ്പമുള്ളൊരു അമ്പലക്കുളമാണ്. അതിൻ്റെ നടുവിലായിട്ടാണ്ട് ഒരു കൽമണ്ഡപമൊക്കെ കാണുന്നുണ്ട്. ഇത് അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് നടന്നു വന്നിട്ട് നയനാർ ലേക്ക് വ്യൂവിലെത്തി. ഇതാണ് നയനാർ ലേക്ക് വ്യൂ എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ ഇതിപ്പോൾ അടച്ചിട്ടേക്കുന്നതാണ്. ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിപ്പോൾ പ്രവർത്തനമല്ല, തുറക്കുന്നില്ലെന്നാണ്. നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള വർക്കെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കായലിലോട്ട് കണ്ടു ഇതുപോലെ നീട്ടിയൊരു പാലം എല്ലാം പണിതിട്ടുണ്ട്. ഇത് അതിൻ്റെ അറ്റത്തായിട്ടൊരു ബിൽഡിംഗ് എല്ലാം കാണാം. ഇവിടുന്ന് ഇവിടോട്ട് കയറാൻ പറ്റത്തില്ല, കയറാൻ പറ്റുമായിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ തന്നെ വന്നു കേട്ടോ. ബസ് കയറിയിട്ടാണ് വന്നത്. ഏകദേശം നെല്ലിയപ്പർ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡിലോട്ട് 4 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് വൈകുന്നേരം ഒന്നും കൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, ബിരിയാണി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. 100 രൂപ ആയുള്ളൂ. അത്യാവശ്യം നല്ലൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇത് എന്നത് പനം കിഴങ്ങ എവളോ 50 രൂപ. രണ്ട് ഈ കടയിൽ നിന്ന് ഞാനൊരു 100 ഗ്രാം ഹലുവ മേടിച്ചു കേട്ടോ. 32 രൂപയാണത്. നോക്കി ചെന്നൈയിലോട്ട് ഇവിടുന്ന് 626 കിലോമീറ്ററാണുള്ളത്. അതുപോലെ കോവിൽപ്പെട്ടിയാണ് അടുത്ത് 58 കിലോമീറ്റർ. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത്. ബ്ലൂ സ്റ്റാർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ നെല്ലിയപ്പർ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് തന്നെ വന്നേക്കുവാണ്. രാവിലെ വന്നപ്പോൾ കടകളൊന്നും തുറന്നില്ലായിരുന്നു. എല്ലാ കടകളും തുറക്കുന്നുള്ളായിരുന്നു. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ എല്ലാ കടകളും തുറന്ന് ഓരോ കച്ചവടങ്ങളാണ്. എല്ലാം നമുക്കിനി കാണാം. നമ്മൾ രാവിലെ വന്നപ്പോൾ ഈ കടകളെല്ലാം അടച്ചിട്ടേക്ക് വരുന്നു കേട്ടോ. അതെല്ലാം അമ്പലത്തിലോട്ടുള്ള പൂജാ സാധനങ്ങളുടെ കടയിലാണ്. എല്ലാം ഈ പില്ലറിൻ്റെ അടിയിലായിട്ട് എല്ലാം കടകളാണ്. 2 സൈഡിലായിട്ടും കുറേ കടകളാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളും കാര്യങ്ങളും ഓരോ പ്രതിമകളെല്ലാം ഉണ്ട്. അങ്ങനെ 2 സൈഡിലായിട്ടും ഇതുപോലുള്ള ഓരോ കച്ചവടങ്ങളാണ്. ഫാൻസി ഐറ്റംസിൻ്റെ കടകളാണ്. അതുപോലാണ്ട് വെപ്പുമുടികൾ കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോ കച്ചവടങ്ങളാണ്. അത്യാവശ്യം നല്ല തിരക്കായി റോഡിൽ. ഈ തിരുനെൽവേലിയിൽ എവിടെ നോക്കിയാലും നമുക്ക് തിരുനെൽവേലി ഹൽവ കട കാണാൻ കേട്ടോ. പക്ഷേ അതിലെല്ലാം ഫേമസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇരുട്ടുകട ഹൽവയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് പോയിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഇരുട്ടുകട ഹൽവയും അതുപോലെ തന്നെ നാട്ടു ശർക്കര ടീ, അതായത് ശർക്കര കാപ്പി ഉണ്ടല്ലോ, അതാണ് ഫേമസ്. അപ്പോൾ ആ കടയിലോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് ആ ഫേമസ് ആയിട്ടുള്ള കടകളിലോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് ഇരുട്ടുകട ഹലുവ കേട്ടോ. 5 മണിക്കാണ് ഓപ്പൺ ആകുന്നത് വൈകുന്നേരം. നല്ല ക്യൂ ആണ്. ആൾക്കാർ വരി നിന്നിട്ട് മേടിക്കാൻ നിൽക്കുവാണ്. എന്തായാലും നമുക്ക് വരി നിന്നിട്ട് ഇത് മേടിക്കാം. അപ്പോൾ ഈ സൈഡിൽ ബൾക്കായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ബൾക്കായിട്ട് ആൾക്കാർ മേടിച്ച് പോകുന്നതാണ് ഈ സൈഡിൽ. ഈ സൈഡിലാണ് ലൂസായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും 100 ഗ്രാംസ് മേടിച്ച് നോക്കാം. ഇത് 2 കടയും ഒന്ന് തന്നെയാണ്. എന്തായാലും മേടിച്ച് നോക്കാം. 100 ഗ്രാം സാപ്പിടുന്നു 100 ഗ്രാം. ₹44 രൂപയാണ്. 100 ഗ്രാംസിന് 44. അങ്ങനെ ആണ്ട് നമ്മളും തിരുനെൽവേലി ഇരുട്ടുകട ഹൽവ മേടിച്ചിരിക്കുകയാണ്.
100 ഗ്രാമിന് 44 രൂപ. ഇപ്പുറത്ത് നല്ല ക്യൂ ആണ് കേട്ടോ. ബൾക്കായിട്ട് ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇപ്പുറത്ത് നല്ല ക്യൂ ഉണ്ട്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ഈ സാധനമാണ് കേട്ടോ, നല്ല സ്വീറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ്ട് നമ്മൾ നാട്ടു ശർക്കര ടീ കുടിക്കാൻ വേണ്ടി ഈ കടയിൽ വന്നു കേട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ ഇതാണ് ആ ചായക്കട, നമുക്ക് ഇവിടുന്ന് ചായ മേടിക്കാം. അങ്ങനെ നമ്മളൊരു നാട്ടു ശർക്കര ടീ മേടിച്ചേക്ക് വന്നു. എന്തായാലും കുടിച്ചു നോക്കാം. 13 രൂപയാണ് ഒരു ടീക്ക്. ഈ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കട വരുന്നത്. ഇരുട്ടുകട അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇരുട്ടുകട ഹലുവ വരുന്നത് കേട്ടോ. അപ്പോൾ വരുന്നവരെല്ലാം ഇത് ട്രൈ ചെയ്യുക. സമയത്ര ആയതുകൊണ്ട് തന്നെ, വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാണ്, ഒരുപാട് ആൾക്കാരാണ്. ഇതവിടെ ഒരു പൂക്കട കച്ചവടമാണ്. മുല്ലപ്പൂ എല്ലാം ഇതുപോലെ കവറിൽ ആക്കി വെച്ചേക്കുവാണ്. മുല്ലപ്പൂവിൻ്റെ ചെറിയ സൈസും എല്ലാം ഉണ്ട്. അതുപോലെ റോസാപ്പൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെവളോ? ഒരു പാക്കറ്റിന് 70 രൂപയാണ്. സമയം 6:30 കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഗോപുരത്തിൽ ലൈറ്റ് എല്ലാം തെളിയിച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല തിരക്കുണ്ട് റോട്ടിൽ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു കച്ചവടമാണ്. ഇത് കപ്പ പുഴുങ്ങി വെച്ചേക്കുന്നത്, കപ്പ, അതുപോലെ കപ്പലണ്ടി, കപ്പ വറുത്തിട്ടേക്കുന്നത്, അതുപോലെ ഗ്രീൻ പീസ് എല്ലാം മസാല തേച്ച് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ പുറത്ത് ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ കച്ചവടങ്ങളെല്ലാം ഓണായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നേരെ തിരിച്ച് ഇനി നടക്കുവാണ്. നമുക്കിനി രാത്രി ഫുഡ് കഴിക്കണം. അതിന് നല്ലൊരു സ്പോട്ട് നോക്കണേ. ഇവിടെ നല്ല പൂരി എല്ലാം. ഇവിടെയും ഹലുവ, എല്ലായിടത്തും ഹലുവ വെച്ചിട്ടുണ്ട് കേട്ടോ. 50 രൂപ പാക്കറ്റിനൊക്കെ ആക്കിയിട്ട്. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഒരു ഊത്തപ്പം എല്ലാം കഴിച്ചു കേട്ടോ. ഒരു സാധാ ഊത്തപ്പം അവിടെ ഇരുന്നുകൊണ്ട് കഴിച്ച്, പിന്നെ ഒരു ഒണിയൻ ഊത്തപ്പം പാർസൽ മേടിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇനി റൂമിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.